ഞാൻ തോനെ വിളിക്കുന്നു, പിന്നെ കിട്ടലില്ലല്ലോ. നീ വിഷയത്തേക്ക് പാടാമായണ്ടി ആസാനേ താങ്കളോട് സംസാരിക്കുക എന്നൊരു ഉദ്ദേശമുള്ളൂ. വിശ്വാസിയാണോ? അവിശ്വാസിയാണ്. കൊള്ളാം കൊള്ളാം. ഞാൻ തുടങ്ങട്ടെ. നമ്മളൊരു ചിന്തകനാണ്. പിന്നെ നിങ്ങൾക്കൊരു സത്യം അറിയോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിനൊരു തുടക്കം എന്ന നിലക്ക് ഞാൻ തുടങ്ങി വെച്ചത്. അപ്പോ നിങ്ങളൊരു ചിന്തകനാണ്. പിന്നെ ഇവിടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്. அப்படியா? எதனா ஒரு எக்ஸாம்பிள் சொல்லு. 355 വർഷം മുൻപാണ് ന്യൂട്ടൺ വന്നത്. ആരായി കോമാളി? അപ്പൊ അതിനെ അനുബന്ധമായിട്ട് അദ്ദേഹം എന്റെ ഗുരുവാണ്. ഇതൊരു പുതിയ അസുഖം. നിങ്ങളുടെ ഗുരുവാണ്. ആ, ഗുരുവാണ്. ഇവന്റെ ഫോളിംഗ് അസലായിരുന്നു. താങ്ക് യു സർ. ഓഡിയൻസിന്റെ കണ്ണ് തള്ളി. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാണ്. ശരി, എന്നാ നീ നിങ്ങൾ പറയാനുള്ള കാര്യം പറയൂ. സൂര്യൻ എന്ന് പറയുന്ന ഒരു വസ്തു ആ, കിഴക്ക് നിന്ന് ഉദയം ചെയ്യുന്നുണ്ടാ? സൂര്യൻ എവിടുന്ന് ഉദിക്കുന്നില്ല, സൂര്യൻ എവിടുന്ന് അസ്തമിക്കുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഭൂമി കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഉദിക്കുന്നത് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ്. 5ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകം വായിച്ചാൽ മതി. എടാ, 5ാം ക്ലാസ്സിലെ പുസ്തകം പോട്ടെ, ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നുള്ള വ്യക്തിയോടാണ്. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? ഒരു സുഖം. ഭൂമി ഈ അറിവ് എവിടുന്നാണോ താങ്കൾക്ക് കിട്ടിയത്? നാസയിൽ നിന്നോ, ISRO നിന്നോ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? സൂര്യൻ എവിടെ ഉദിക്കുന്നില്ല, സൂര്യൻ എവിടെ അസ്തമിക്കുന്നില്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും തോന്നുന്നതാണ് സുഹൃത്തെ. ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി? ഇത് എന്റെ തോന്നലാണ്, മറ്റുള്ളവരുടെ തോന്നുകലാണ് എന്നുള്ളത് താങ്കൾക്ക് എങ്ങനെയാണ് അറിഞ്ഞത്? രാവിലെ എന്നിട്ട് നോക്കിയാ പോരെ? എല്ലാ ദിവസവും രാവിലെ കാണുന്ന കാര്യമല്ലേ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകുക? എന്താ ഭാഷയും പിന്നെ മലക്കം മറിയരുത്. ഇത് എന്നാത്ത ചാതല്ലോ? ഇത് താങ്കൾക്ക് എവിടുന്നാണ് കിട്ടിയത് ഈ അറിവ്? എന്താടാ മോനെ, വിവരമൊന്നും ഇല്ലേ? ബുദ്ധി ഇല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? അയ്യേ, ഒരു വഷളനാവരുത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ആ കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഈ 5ാം ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോൾ നിങ്ങൾ ആ 5ാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകം ഇന്നുണ്ടോ? എനിക്കതല്ല, തലക്കോളം കയറി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ? നിങ്ങൾ ഇത്രയും പറഞ്ഞു. ഒരു സംശയം, നിങ്ങളെ ഒരു സംശയം ഉണ്ട്, അതിനൊന്ന് ഉത്തരം പറഞ്ഞുതരൂ. എന്താണ് സംഗതി? ഞാൻ ചുരുക്കി പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നാണ് നിങ്ങൾ പറയണത്. അസ്തമിക്കുന്നു എന്ന് പറയുന്നു. അതായത് സൂര്യൻ എവിടുന്നോ ഇങ്ങനെ തുടങ്ങുന്നു എന്നിട്ട് എവിടെയോ അസ്തമിക്കുന്നു, ഇതാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പൊ അത് ഭൂമിയിലെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഭൂമിയിലെ കാര്യ. സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോവാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ അവിടെ ഭൂമിയിലെ ഒരു ദിവസം കണക്കാക്കിയിട്ട് നമ്മൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഇടയിൽ 14 തവണയോളം അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എങ്ങനെ ഈ സൂര്യൻ അവിടെ വേറെ സൂര്യനാണോ അവിടെ, അതോ ഈ ഭൂമിയിലെ സൂര്യൻ തന്നെയാണോ അവിടെ? സൂര്യൻ നിങ്ങൾ ഒരു മുഖമായി കണക്ക് കൂട്ടരുത്. ഒരു മുഖമായി നിങ്ങൾ കണക്ക് കൂട്ടരുത്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. 14 തവണയാണ് ഞാൻ പറഞ്ഞത്. അതെ, 14 തവണ അസ്തമയമുണ്ട്. എങ്ങനെ 3 തവണ ഞാൻ അസ്തമയം കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് ഭൂമിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് 3 പ്രാവശ്യം അസ്തമയത്തെ പറഞ്ഞു തന്നു. കാരണം ഒന്ന് ഇന്ത്യയിൽ 6:38 ഉദയം ചെയ്യപ്പെടുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ദുബൈയിൽ ഉദയം ചെയ്യുന്നത്. പട്ടിക്കാട്ടില് മദ്രസയിൽ ചെലവാക്കിയാൽ മതി. അവയ്ക്ക് വേറെ വല്ല പണി നോക്കേ. ഇനി ആകെപ്പോട്ടെ, ഒരു മിനിറ്റ്. ഹലോ, നിങ്ങൾ പറയൂ. ആരിഫിന്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട് എങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഒരു മറ്റൊരു ടോർച്ചുണ്ട്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഡബിള് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഉദയവും സൂര്യൻ എവിടെയും ഉദിക്കുന്നില്ല. നിങ്ങൾ കേൾക്ക്. നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കേൾക്ക്, അല്ലെങ്കിൽ ഫോൺ ഞാനിപ്പോ കട്ട് ചെയ്യും.
ഓക്കെ നിങ്ങൾ കട്ട് ചെയ്തോണ്ട് പിന്നെ പല വർഷ വിഷയ വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ. പറയുന്ന കേൾക്ക്. ആ അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഉദയിക്കുന്നതും അസ്തമിക്കുന്നതും സൂര്യൻ എങ്ങോട്ടോ പോണത് കൊണ്ടാണെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഞാനത് ആവർത്തിച്ച് പറയുന്നു. സൂര്യൻ എങ്ങോട്ടും പോകുന്നില്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും. അന്റാർട്ടിക്കയിൽ പോകുമ്പോ നിങ്ങൾക്ക് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ട അവിടെ ഉദയം മാത്രമേ ഉള്ളൂ കുറെ നാളത്തേക്ക്, 6 മാസത്തോളം. പിന്നെ അസ്തമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അസ്തമിച്ച സൂര്യനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ. അവിടെ സൂര്യൻ ഇല്ല. ഓ അത് ശരിയാണല്ലോ. നിങ്ങൾ ഇവിടെ സൂര്യൻ എങ്ങോട്ടോ പോണു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ എവിടേക്ക് പോണു അത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ഉദയം ചെയ്യുന്നു, അസ്തമിക്കുന്നു ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല ഒരു കണക്ഷൻ കിട്ടിയപ്പോ എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ പ്രകാശം പറയുന്നത് മുഴുവൻ കേൾക്കും. നിങ്ങൾ പറയുന്ന മണ്ടത്തിന് മുഴുവൻ ഞാൻ കേട്ടില്ല. ഇനി ഞാൻ പറയണത് നിങ്ങൾ പറയുന്ന ഒരുപാട് മന്ത്രം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് വൃത്തികളും ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് നിർത്ത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് സൂര്യൻ എങ്ങോട്ടും ചലിക്കുന്നോണ്ടല്ല ഇവിടെ ഈ ഉദയം അസ്തമയം ഉണ്ടാകുന്നത്. ഭൂമി കറങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഇത്. നിങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന പറയുന്നത് കേൾക്കൂ. ഒറ്റ പറയണത് കേൾക്കൂ. 12 വർഷം മുൻപ് താങ്കൾ പറഞ്ഞ അത് നിലപാട് മാറ്റിയിരിക്കുന്ന ISROയിൽ പഠിച്ചു നോക്ക്. അതിന് നാസയിൽ അടിച്ചു നോക്ക്. അവർക്ക് വ്യക്തമായി കാണപ്പെടുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് അത് സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. തള്ളയല്ലേ ഒരു രക്ഷയില്ലെന്ന്. ഞാൻ ഇങ്ങനെ ഇത്രയും തള്ള ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. 12 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ISROയിൽ ചർച്ച ചെയ്ത് നോക്കൂ. 750 കോടി ജനതയ്ക്കും സന്തോഷകരപരമായുള്ള വർത്തമാനം പറയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് എന്റെ. നിനക്ക് നിനക്കെന്താ അസുഖം? അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചത് നമ്മൾ വീഡിയോ ആയിട്ട് വരുമ്പോ ബാക്കി നിങ്ങൾക്ക് നാട്ടുകാർ പഠിപ്പിച്ചു തരും. എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങളെ സംസാരം അങ്ങനെ പഠിക്കണോ? അല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ പഠിക്കണം, നാട്ടുകാരല്ലേ പഠിപ്പിക്കുന്നത്. എന്തിനാ കുറയ്ക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്ത കേടാ. നാട്ടുകാരല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നീ പറഞ്ഞ ഒരു വിട്ടിത്തും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തൽക്കാലം നിങ്ങൾ അത്തരത്തിൽ യോഗ്യനല്ല. അതാണ് നിങ്ങളോട് എനിക്ക് യോഗ്യനല്ല. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുന്നില്ല, പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കിടന്ന സ്ഥലം, വന്ന വഴി, കഴിച്ച ഭക്ഷണം അതറിയണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ ഓക്കെ ബൈ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്.